ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിംഗ് ഇൻ സെങ്സു എപ്പിസോഡ് 4 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സിയോ കോസ്മെറ്റിക്സിന്റെ ന്യൂസ് ആയിരിക്കും എല്ലാ ചാനലിലും അതുപോലെ ഓൺലൈൻ മീഡിയസിലൊക്കെ. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ആ ഷൂ ഫാക്ടറി അത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അതങ്ങനെ ഒഴിപ്പിച്ച് അവർക്ക് എല്ലാവർക്കും നല്ലൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുത്തിട്ടാണ് എക്സിയോ കോസ്മെറ്റിക്സ് അവരുടെ പുതിയ സ്റ്റോർ തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ ന്യൂസിൽ നിറയുന്നുണ്ട്. അതുപോലെ സെങ്സു ഏജൻസിയിലെ മാർക്കറ്റിംഗ് മാനേജറായ നയോനയുടെ ഹൈപ്പും നന്നായിട്ട് കൂടുന്നുണ്ട്. നയോനയാണെങ്കിൽ മിസ്റ്റർ ചായ് ആയിട്ട് നന്നായി ഇടപെടുമ്പോൾ ഇത് കണ്ട് യൂമിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. യുൻഹോയാണെങ്കിലോ അവന്റെ ബാൻഡേജ് ഒക്കെ അഴിക്കുന്നതും പിന്നീട് നയോൻ അവളുടെ ഫ്ലാറ്റിൽ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഷൂ ഫാക്ടറിയിൽ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് എക്സിയോ കോസ്മെറ്റിക്സിന്റെ പുതിയ സ്റ്റോർ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുന്നതും അന്ന് സെങ്സ് ഗ്രൂപ്പുകാർ തയ്യാറാക്കിയ ഇൻവിറ്റേഷൻ ഒക്കെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. ഈ സ്റ്റോറിന്റെ ഓപ്പണിങ്ങിന് അന്ന് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ന്യൂസും ഓൺലൈനിലൊക്കെ തരംഗാകുന്നുണ്ട്. അതുപോലെ തന്നെ നയോനയാണ് ഇതിന്റെ മെയിൻ കാരണം, ആളൊരു മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ഹൈപ്പും അത്യാവശ്യം കൂടുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ടൈമില് അവിടേക്ക് അവരുടെ CEO എത്തുന്നതും ആളാണെങ്കിൽ ശരിക്കും ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. കൊള്ളാലോ, ഇതിനിങ്ങനെ മാറ്റിയെടുക്കുന്നു ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുന്ന സിഇയോട് ഇവളാണെങ്കിൽ കണ്ടില്ലേ, ഒരുപാട് ചെടികളൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ആളെന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതും ഇവൾ ഓരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഈ സ്റ്റോറിലേക്ക് വന്ന എക്സിയോ കോസ്മെറ്റിക്സിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് ലഭ്യമാകണം. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുമ്പോഴാണ് സിഇഒ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറെ വർക്കേഴ്സ് ഇരുന്ന് എന്തിലും ഒന്ന് വെള്ളം നിറയ്ക്കുകയാണ്. എന്താ സംഭവം എന്ന് സിഇഒ ചോദിക്കുമ്പോൾ ഇത് ശരിക്കും എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ താഴത്തെ നിലയ്ക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇയാളെയാണ് ഇവള് കൊണ്ടുപോകുന്നതും. അവിടെ എത്തുമ്പോൾ ഇവരുടെ കുറച്ച് പ്രൊഡക്റ്റ് അവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇയാള് അതിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന ടൈമില് ഇവള് ലൈറ്റ് ഇടാൻ പറയുമ്പോൾ ഇവര് നിൽക്കുന്നതിന് ചുറ്റും വെള്ളമായിരിക്കും. അതായത് ഇവര് വെള്ളം നിറച്ച് സെറ്റാക്കിയതാണ്. ഇയാളാണെങ്കിൽ ആകെ ഇംപ്രസ്ഡ് ആയി നിൽക്കുമ്പോൾ നയോന പറയുന്നുണ്ട്, നിങ്ങളുടെ പുതിയ ഹൈഡ്രേറ്റിംഗ് ക്രീമില് വെള്ളാണല്ലോ മെയിൻ ഐറ്റം, അതുകൊണ്ട് ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, നിങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്ന് സിഇഒ പറയുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സെഗ്യ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതേ ടൈമില് യുൻഹയാണെങ്കിലോ ന്യൂസിലൂടെ അറിയുന്നത് എക്സിയോ കോസ്മെറ്റിക്സിന്റെ പുതിയ സ്റ്റോർ തുറന്നുവെന്നും ഇന്ന് അവിടെ വെൽക്കം പാർട്ടി നടക്കുന്നുണ്ട്. ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ഒരാഴ്ച മുന്നേ തന്നെ വിറ്റ് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയസിലൊക്കെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സെങ്സ് ഗ്രൂപ്പുകാരെ ശരിക്കും ഒരു അണ്ടർ വാട്ടർ സെറ്റപ്പ് തന്നെ അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എക്സിയോ കോസ്മെറ്റിക്സിന്റെ സിഇഒ ഞെട്ടിച്ചു എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ഇത് കേൾക്കുന്ന യുൻഹയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആകുന്നതും ഇതേ ടൈമില് പാർട്ടി നടക്കുന്ന പ്ലേസില് യൂമി അവളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം സെൽഫി എടുക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഒരു റെഡ് ഗൗണോട്ട് അതീവ സുന്ദരിയായി നയോന എത്തുന്നതും ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങോട്ട് ഓടുകയാണ്. അവിടുത്തെ സെലിബ്രിറ്റീസും മിസ്റ്റർ ചായൊക്കെ ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. നയോന മുകളിലേക്ക് പോകുമ്പോൾ യൂമി ഇത് നോക്കി നിൽക്കുന്നതും ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന മിസ്റ്റർ നാം ആണെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുത്താലോ എന്ന് യൂമിയോട് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അയ്യോ, എന്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ കുറച്ച് ഏജ് ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം, നിനക്ക് മിസ്റ്റർ ചായ ഇഷ്ടമാണല്ലേ, പക്ഷെ ആൾക്കാണെങ്കിലോ നയോനയോടാണ് ഇഷ്ടം. നിങ്ങൾ 3 പേരും ഈ കമ്പനിയിൽ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത്, എന്നിട്ട് ഇപ്പം എന്താ ലവ് ട്രയാങ്കിളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു ചിരിക്കുമ്പോൾ ഇവിടെ ശരിക്കും ദേഷ്യപ്പെട്ട് അയാളോട് സംസാരിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. മിസ്റ്റർ നാം ആണെങ്കിലോ പിന്നീട് മിസ്റ്റർ ചായയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആളേനെയും വെറുതെ വിടുന്നില്ല. നീയും യൂമിയും ഇപ്പോൾ ഒരുമിച്ചാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ നിങ്ങൾ ഒരുമിക്കാത്തത് നയോന കാരനാണോ? എനിക്കറിയാം നിനക്ക് നയോനയോട് ഒരു ഫീലിങ്സ് ഉണ്ടല്ലേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നയോനയും ആ ട്രെയിനി ചെക്കനും അവരിപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇയാൾക്കിട്ടൊന്ന് കൊടുക്കാനും നോക്കുന്നുണ്ട്. പക്ഷെ മിസ്റ്റർ നാം നല്ല ഫിറ്റ് ആയിരിക്കും. ആ ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് യുൻഹോ എത്തുന്നതും ഇവൻ ഇങ്ങനെ സ്റ്റൈലായിട്ട് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനും ഇതുപോലെ മുകളിലേക്കാണ് പോകുന്നത്. മിസ്റ്റർ ചാ നോക്കുന്ന സമയത്ത് മുകളിലായിട്ട് നയോനയെ കാണുന്നുണ്ട്. ആ ടൈമിലാണ് ടീംമേറ്റ്സ് വന്നിട്ട് ഇവനെ വലിച്ചുകൊണ്ട് ഡ്രിങ്ക്സ് അടിക്കാൻ കൊണ്ടുപോകുന്നതും യുൻഹോയാണെങ്കിൽ നേരെ നയോനയുടെ അടുത്താണ് എത്തുന്നത്. ഇവളാണെങ്കിൽ നീ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ട്രെയിനി ആയി പോയില്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഇവൻ പറയുന്നത്. ഇവനാണെങ്കിൽ ഇവന്റെ നെറ്റിയിലെ മുറിവ് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് ഇവള് പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ പക്ഷേ ഐ ഹേറ്റ് യു എന്നാണ് തിരിച്ചു പറയുന്നത്. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ ഒരു പ്രൊജക്ട് നടക്കാൻ വേണ്ടി നിന്റെ ആത്മാവിനെ വരെ പണയം വെക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാനും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഞാനും ഒരുപാട് പഠിച്ചു. എന്റെ ആത്മാവിനെ പണയം വെക്കാൻ എനിക്കൊരു മടിയില്ല. എന്നെ ഈ ട്രെയിനി പൊസിഷനിൽ നിന്ന് മാറ്റി കമ്പനിയിൽ ഒരു സ്ഥിരം സ്റ്റാഫ് ആക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാലോ. നമുക്ക് നേരിട്ടാകാം മത്സരം എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒന്ന്
ചിരിച്ചുകൊണ്ട് അതിന് ഞാൻ നിന്നെ പിരിച്ചുവിടുകയാണല്ലോ എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവനൊന്ന് ഞെട്ടുന്നുണ്ട്. ആ ടൈമിൽ അവിടെ മഴ പെയ്യുന്നതും ആ യൂണിയൻ നേതാവാണെങ്കിൽ ഈ സ്റ്റോറിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. യുൻഹോയാണെങ്കിലോ ഇവന്റെ ഫോൺ എടുത്ത് ഈ ഫോൺ ഞാൻ ബാക്കപ്പ് ചെയ്തു, ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. യുൻഹോയാണെങ്കിൽ നിന്നെ എന്ന് പറയുന്നതും ഇവന്റെ കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് ഇടുന്നുണ്ട്. അത് വെള്ളത്തിൽ പോയി വീഴുന്നതും ഇതേ സമയം സെങ്സു കമ്പനിയിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നതും ഇവളുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. അതില് അന്ന് യുൻഹോ എടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊരു ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ട് എല്ലാ മീഡിയാസിനും അയച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് XU ബ്യൂട്ടിക്കാര് ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രൂഫാണിത്. ഇത് നയോനയുടെ സിസ്റ്റത്തിൽ നിന്ന് എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ അയക്കുന്നതാണെന്ന് പറഞ്ഞ് ആരോ ഒരാള് ഇതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നയോൻ എണീക്കുന്നത് ഒരു റിപ്പോർട്ടറുടെ ഫോൺ വിളിയിലൂടെയാണ്. ഇവളാണെങ്കിൽ TV ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാ ന്യൂസ് ചാനലിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പോലീസുകാരാണെങ്കിൽ ഇവരുടെ ഫാക്ടറി ചെക്ക് ചെയ്ത് പൂട്ടിക്കുന്നതും മീഡിയാസ് ആണെങ്കിൽ XUന്റെ CEO വളയുന്ന സമയത്ത് ആളിത് നൈസായിട്ട് നയോനയ്ക്ക് ചാർത്തി കൊടുക്കുന്നുണ്ട്. നയോനയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് എല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻ മൊത്തം ഈ ഐഡിയയുടെ പിന്നിലെ നയോനയാണെന്ന് പറഞ്ഞായിരിക്കും. നയോനയാണെങ്കിലോ ടെൻഷൻ അടിച്ച് കാർ ഓടിക്കുന്നതും ആ ടൈമില് ഇവള് യുൻഹോയെ വിളിക്കുന്നുണ്ട്. പക്ഷെ യുൻഹോ കോൾ എടുക്കുന്നില്ല. ഇവളാണെങ്കിൽ അങ്ങനെ ഹെഡ് ഓഫീസിൽ എത്തുമ്പോൾ എല്ലാ മുതിർന്ന സാറുമാരും കൂടി മീറ്റിംഗിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കാതെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അതായത് നിങ്ങൾ എന്നെ പുറത്താക്കാനാണല്ലേ നോക്കുന്നത് എന്ന് നയോന ചോദിക്കുമ്പോൾ ഇവളുടെ എനിമി ആയിട്ടുള്ള ഓഫീസർ ഉണ്ടല്ലോ ആളാണെങ്കിൽ നമ്മളെ ഒരു ഗ്രൂപ്പുകാരെ പറ്റിക്കാൻ നോക്കി, അവരായിട്ടുള്ള ബന്ധം അപ്പം തന്നെ മുറിച്ച് കളയുന്നതല്ലേ നല്ലത് എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ നിങ്ങൾക്കപ്പോൾ സത്യമൊന്നും അറിയണ്ടേ, സത്യമൊന്നും അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്തറിയാൻ, എല്ലാവരും എല്ലാവരുടെ കൺമുന്നിലും കണ്ടില്ലേ എന്നാണ് ഇയാൾ തിരിച്ചു ചോദിക്കുന്നത്. അതുമാത്രമല്ല ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞ് ഇയാൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിരത്തുന്നുണ്ട്. അതായത് ഇവൾ അന്ന് ആ CEOനെ ഹോട്ടലിൽ കാണാൻ പോയില്ലേ, ആ ടൈമിൽ ആരോ എടുത്ത പിക്ചേഴ്സ് ആയിരിക്കും അത്. ഇത് കണ്ട് ഇവളൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. നീയും അയാളും ഇത്രയ്ക്ക് ക്ലോസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും അയാൾക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്തതെന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഇവൾക്കാകെ ഉത്തരം മുട്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവളുടെ CEO ഓഫീസറായ ലേഡിയെ നോക്കുന്ന ടൈമിൽ ആള് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന മിസ്റ്റർ നാമിനാണെങ്കിൽ അങ്ങ് ചിരി അടക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഇവളുടെ ഓഫീസിലാണെങ്കിൽ നയോനയും അന്വേഷിച്ച് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരുന്നതും ഓഫീസിലാണെങ്കിലോ നയോനയെ പിരിച്ചുവിട്ടു എന്ന് ഒരു വലിയ ബോർഡിൽ എഴുതി കാണിക്കുന്ന ടൈമിൽ എല്ലാവരും പറയുന്നുണ്ട് ഇതിങ്ങനെ സ്ക്രീനിലൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ശരിക്കും അത് ആരാ ചെയ്തിട്ടുണ്ടായിരിക്കുക, ആരായിരിക്കും ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. മിസ്റ്റർ ചായ ആണെങ്കിൽ ഇതറിഞ്ഞ് ഒന്ന് സങ്കടപ്പെടുകയാണെങ്കിൽ യൂമി ആണെങ്കിൽ ഇത് കാണുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വരുന്ന യുൻഹോയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിയുന്നവരെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നതും അല്ല യുൻഹോയെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല യുൻഹോയും മാഡവും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് റൂമേഴ്സ് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അവനെയും പിരിച്ചു വിട്ടു എന്ന് ഇവർ ഉറക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റില് നയോനയാണെങ്കിൽ ഓഫീസിൽ അവളുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി സങ്കടപ്പെട്ട് ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ ആലോചിക്കുന്നുണ്ട്, ഞാൻ യുൻഹോയുടെ ഫോണിൽ നിന്ന് എല്ലാ വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതാണല്ലോ, പിന്നെ ഇത് ആരാ ചെയ്തതെന്ന്. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് അവന്റെ ഫോൺ ബാക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഓർക്കുന്ന ഇവളാണെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ഒരു ടാക്സിയിൽ കയറി പോകുന്നതും ഇതെല്ലാം തന്നെ ഒരു റാബിറ്റിന്റെ മാസ്ക് വെച്ച ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ നേരെ പോകുന്നത് ആ പുതിയ സ്റ്റോറിലായിരിക്കും. അവിടെ ഇവന്റെ ഫോൺ വലിച്ചെറിഞ്ഞല്ലോ, ആ സ്ഥലത്ത് പോയി ഇവന്റെ ഫോൺ തപ്പുന്നതും അതെങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് ഇവൾ എടുക്കുന്നുണ്ട്. ആ ടൈമിൽ തൊട്ടു ഫ്രണ്ടില് ഇതേ മുയലിന്റെ മാസ്ക് ഇട്ട ഒരാളെ കാണുന്നുണ്ട്. ഇവളാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നതും ഇയാൾ ഇവളെ പിന്തുടരുന്നുണ്ട്. ഇവളുടെ കയ്യിൽ നിന്ന് ആ ടൈമിൽ ഫോൺ നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ ഇയാളാണെങ്കിൽ ഇവളുടെ മൂക്കും വായൊക്കെ ഒരു തുണി ഉപയോഗിച്ച് പൊത്തുന്നതും അങ്ങനെ പിടിയും വലിയാകുന്ന സമയത്ത് ഇയാൾ ഇവളെ അങ്ങ് തള്ളിയിടുകയാണ്. ഭാഗ്യത്തിന് ഇവൾ പോയി വീഴുന്നത് വെള്ളത്തിലായിരിക്കും. അപ്പൊ തന്നെ ഇവളുടെ ബോധം പോകുന്നുണ്ട്. പിന്നീട് ഒരുപാട് കറുത്ത കൈകളൊക്കെ വന്ന് ഇവളെ അങ്ങ് പൊതിയുന്നത് പോലെ ഇവൾക്ക് ഫീൽ ചെയ്യാണ്. അതിനുശേഷം ഇവൾ ആ വെള്ളത്തിന്റെ താഴത്തേക്ക് പോകുന്നതും ഇവളുടെ ബോധം പോവുകയാണ്. ആ ടൈമിൽ ഇവൾ കേൾക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്. പിന്നീട് ഹോസ്പിറ്റലില് ബോധം വരുന്ന നയോനയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ വണ്ടടിച്ച് എണീറ്റ് ഇവളുടെ ദേഹം ആസകലൊന്ന് നോക്കുന്നതും അതിനുശേഷം അവിടെയുള്ള ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവൾക്ക് ആ കണ്ണാടിയിൽ യുൻഹോയനെയാണ് കാണാൻ പറ്റുന്നത്. ഇവളാണെങ്കിൽ അവിടെ കിടന്ന് ചീറുന്നതും ആ സീൻ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് നേരത്തെ യുൻഹോ ഫോൺ ബാക്കപ്പ് ചെയ്തതിനെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് എന്താ വേണ്ടേന്ന് ഇവൾ ചോദിച്ചിരുന്നു. ഇവനാണെങ്കിൽ ആ ഫോണ് താഴത്തേക്ക് എറിഞ്ഞ് നിന്റെ ആത്മാവിനെ, നിന്റെ എല്ലാം എന്ന് പറഞ്ഞ് ഇവളെ വലിച്ച് കിസ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഹോട്ട് കിസ്സിലൂടെ ഒരുപാട് സസ്പെൻസ് ബാക്കി നിർത്തിയാണ് എപ്പിസോഡ് 4 ഇവിടെ അവസാനിക്കുന്നത്.